ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. LP UP എക്സാം എഴുതി മടുത്തിരിക്കുന്ന എല്ലാവർക്കും, ഇനി കടന്നു വരുന്ന LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ തുടക്കക്കാർക്കും വേണ്ടിയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ജോലി ചെയ്യുന്നവരായിരിക്കും. ബാക്കി കിട്ടുന്ന നമ്മളുടെ സമയങ്ങളിലാണ് നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി പഠിക്കുന്നത്. നമുക്ക് ഏതവസരത്തിലും നമ്മളൊരു യാത്രയിലായാലും നമ്മളൊരു വാഹനത്തിലായാലും നമുക്ക് കേട്ട് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം റിവൈൻഡ് ചെയ്ത് ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്ത് നമുക്ക് വിജയത്തിലേക്ക് മുന്നേറാം. ഓരോ സിലബസ് വെച്ച് ഓരോ പാർട്ടും വ്യക്തമായി നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ സിലബസിലെ ഒരു പ്രധാന ഭാഗമാണ് കേരള ചരിത്രം. അതിലെ ഒരു സബ് പാർട്ടാണ്. അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം. ഏതൊരു എക്സാമിനും പഴശ്ശി വിപ്ലവത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല. നമുക്ക് പഴശ്ശി വിപ്ലവം പഠിക്കാം. പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. പഴശ്ശി വിപ്ലവത്തെ രണ്ട് ഭാഗമായി തിരിക്കുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഈ പഴശ്ശി വിപ്ലവം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ്. ഇങ്ങനെ അവർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെ അന്നത്തെ നാട്ടുരാജാക്കന്മാർ ഒരുപാട് പേർ പ്രതികരിക്കുകയുണ്ടായി. അതിൽ ആദ്യമായി പ്രതികരിച്ചതും അവരിൽ ഒരാളുമായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് അദ്ദേഹത്തെ വീര കേരള സിംഹം എന്ന് സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നു. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാൾ. കോട്ടയം ജില്ലയിൽ അല്ല കോട്ടയം രാജവംശം സ്ഥിതി ചെയ്യുന്നത്. അത് മലബാറിലാണ്, പണ്ടത്തെ മലബാറിൽ, അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ. പഴശ്ശിരാജ പല പേരുകളിൽ അറിയപ്പെടുന്നു. അതിലൊന്നാണ് പുരളി ചെമ്മൻ, രണ്ടാമത് കേരള സിംഹം, മൂന്നാമത് പൈച്ചി രാജ അഥവാ കുട്ടിയൂട്ട് രാജ. ഒന്നാമത്തത് പുരളി ചെമ്മൻ, രണ്ടാമത്തെ പേര് കേരള സിംഹം, മൂന്നാമതായി അറിയപ്പെടുന്നത് പൈച്ചി രാജ അഥവാ കുട്ടിയോട്ട് രാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശിയുടെ യുദ്ധഭൂമി എന്ന് അറിയപ്പെടുന്നത് പുരളിമലയാണ്. പുരളിമല ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ്. പഴശ്ശിരാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോര്. ഇനി നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ. 1792 ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു. അവിടെ അവർ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ ഒരു കാരണമാണ്. ഈ പഴശ്ശി വിപ്ലവം, അതായത് ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്കിടയിൽ ഒരു ഇടനിലക്കാരനായി നിന്ന ഒരു രാജാവാണ് ചിറക്കൽ രാജാവ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറിച്യർ.
ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. കുറിച്യർക്ക് കാടിനെക്കുറിച്ച് നന്നായി അറിയാം അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാടിനെ അറിയുന്ന കുറിച്യ വിഭാഗമാണ് പഴശ്ശിരാജാവിനെ സഹായിച്ചത്. ഇവരുടെ കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഈ തലയ്ക്കൽ ചന്തു നയിച്ച ഒരു പ്രധാന യുദ്ധമുണ്ട്, പനമര യുദ്ധം. അത് നടന്നത് 1802 തലയ്ക്കൽ ചന്തുവിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന പോരാട്ടം പനമര യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട 100-ൽ പരം കുറിച്യ പോരാളികളുമായി തലയ്ക്കൽ ചന്തുവിൻ്റെയും എടച്ചേന കുങ്കൻ്റെയും നേതൃത്വത്തിൽ ഉള്ള സൈന്യം 1802 വളഞ്ഞു. ക്യാപ്റ്റൻ ദിക്കൻസൺ എന്ന ബ്രിട്ടീഷ് നേതാവിൻ്റെ സൈന്യത്തെ കുറിച്യ സൈന്യം കീഴടക്കി. പോരാട്ടങ്ങളിൽ ക്യാപ്റ്റൻ ദിക്കൻസണും ലഫ്റ്റനൻ്റ് മാക്സ്വെല്ലും ഉൾപ്പെടെയുള്ള ധാരാളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. 3 വർഷത്തിന് ശേഷം 1805 നവംബർ 15-ന് ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ട് ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ തൂക്കിലേറ്റി. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ, അതായത് ഇന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ വേബർ. ഇത് പ്രധാന ഒരു പോയിൻ്റാണ്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നത് തോമസ് ഹാർവേ വേബറാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയായിരുന്നു കോൽക്കാർ. 1805 നവംബർ 29 ഒറ്റുകാരിൽ നിന്ന് വിവരം ലഭിച്ച് പുൽപ്പള്ളി കാട്ടിലെത്തിയ ബ്രിട്ടീഷ് സൈന്യം നവംബർ 30 പ്രഭാതത്തിൽ പഴശ്ശിരാജയെ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് മരിക്കുന്നതിന് മുന്നേ പഴശ്ശിരാജ അവസാനം പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്: എന്നെ തൊട്ട് അശുദ്ധമാക്കരുതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താഴെ വീണ് മരിക്കുന്നത്. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ ശരീരം മാനന്തവാടിയിൽ രാജകീയ ബഹുമതികളോടെ സംസ്കരിച്ചു. അവിടെയാണ് മാനന്തവാടിയിൽ. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. 1805 നവംബർ 30-ന് മാവിലത്തോട്ടിൻ്റെ തീരത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മാവിലത്തോട്ടിൻ്റെ തീരത്ത്. പഴശ്ശിയുടെ തലയ്ക്ക് കമ്പനി 3000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇനി നമുക്ക് പഴശ്ശിരാജയോട് അനുബന്ധിച്ച് മറ്റ് എക്സ്ട്രാ പോയിൻറ്റ്സ് പഠിക്കാം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂരിലെ വളപട്ടണം നദിയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് പഴശ്ശി കലാപം. അതുകൊണ്ട് തന്നെ പഴശ്ശി കലാപം ഒരു ജനകീയ പ്രക്ഷോഭമാണ്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തലശ്ശേരിയാണ്. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളായിരുന്നു നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത. ആരൊക്കെയാണ്? നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത. കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടിയിലാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതദേവൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. വീരകേരളം മഹാകാവ്യം. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന സ്ഥലത്താണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി.
അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഴശ്ശി കലാപം, നമ്മുടെ സിലബസിൽ ഒരു പാർട്ടായ പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും അതിൻ്റെ അനന്തര ഫലങ്ങളും ബാക്കി എക്സ്ട്രാ പോയിൻറ്സും നമുക്ക് ഒരു LP UP എക്സാമിന് ഈ പാർട്ടിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പാകുന്ന രീതിയിലുള്ള എല്ലാ പോയിൻറ്സും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ ഭാഗങ്ങളായി പഠിച്ച് മുന്നേറാം. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.